friends, assalamualaikum and welcome back to another video of Mom's Cookery Hub. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹവായൻ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തെരിയാക്കി ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ചൊരു മാരിനേറ്റ് റെഡിയാക്കിയിട്ട് വെക്കണം ചിക്കന്. അപ്പോൾ ഞാനിത് ചിക്കന് ബോൺലെസ് ആയിട്ട് ഇതുപോലെ സ്ട്രിപ്പ് പീസസ് ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മാരിനേഷനൊന്നും നമുക്ക് ഇതിന് അധികം ടൈമൊന്നും വെക്കേണ്ടതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ മാരിനേഷനാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് വേണം എടുക്കാൻ ചിക്കൻ. അപ്പോൾ ബോൺലെസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബോൺലെസ് ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കുരുമുളക് പൊടിയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് രണ്ടും നമുക്ക് ചിക്കനിലേക്ക് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അത്രയും വിനീഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, ചിക്കൻ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിലേക്ക് നമ്മൾ ഏകദേശം 2 ടീസ്പൂണിൻ്റെ അത്രയും കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നമ്മളിത് ഡീപ് ഫ്രൈ അല്ല കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ചൊരു വലിയ പീസ് ബട്ടറാണ് കേട്ടോ. ഈ ബട്ടറിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബട്ടറൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കന് ബട്ടറിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ടെൻഡറായിരിക്കും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ. അതുപോലെ നല്ല ആ ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഈ ചിക്കനിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പം നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിലേക്ക് ചെറുതായിട്ടൊന്ന് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ലോ ഹീറ്റിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാം, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തെരിയാക്കി സോസ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അത്രയും സോയ സോസും അതുപോലെ 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ്, നമ്മുടെ സിട്രസ് ഉണ്ടല്ലോ അതിൻ്റെ ജ്യൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയും വിനീഗറാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്രൗൺ ഷുഗർ വേണം, ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയും ബ്രൗൺ ഷുഗറും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്കിത് മിക്സാക്കി എടുക്കാം. ഈ ഒരു ടൈമിലൊക്കെ ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചെറുതായി അരിഞ്ഞതോ അല്ലെങ്കിൽ കുത്തിയെടുത്തതോ അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയായിട്ടുള്ള ജിഞ്ചറാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയും ജിഞ്ചറുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും കൂടി. നിങ്ങൾക്ക് ഇതിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ മുറിച്ചിട്ട പോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു കൂട്ടിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അത്രയും വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അത്രയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് സോസ് തിക്ക് ചെയ്യാനുള്ള കോൺഫ്ലോർ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോയ സോസൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് കുറവെന്ന് തോന്നിയപ്പം അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം തിളച്ച് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഏകദേശം ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റ് ഈ ഒരു കൂട്ടിലേക്ക് നല്ലോണം ഇളകി കിട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം ഈ ഒരു ടൈമിലൊക്കെ നമ്മളുടെ ആ ഒരു സോസിൻ്റെ കൂട്ട് ഒന്ന് മിക്സാക്കി നല്ലോണം തന്നെ തിളച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം
ഇതിൽ ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ലോ ആക്കി വെക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു കോൺഫ്ലോറിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നല്ലോണം കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഇത് ഈ ഒരു സോസ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ് ടു 3 months നമുക്കിത് സ്റ്റോർ ചെയ്യാം. നല്ലോണം ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമ്മളുടെ കെച്ചപ്പൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് വെജീസൊക്കെ ഇതിൽ ഈ ഒരു സോസിൽ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല കട്ടിയുള്ള സോസ് തന്നെ നമ്മളുടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സോസ് ഫുള്ളായിട്ട് വേണ്ട. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അത്രയും സോസേ വേണ്ട. ബാക്കി ഞാനിവിടെ സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള തെരിയാക്കി ചിക്കൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തിൻ സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പം ബട്ടറും ഗാർലിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മളുടെ ഇപ്പോൾ ഏത് കറിയാണെങ്കിലും നമുക്ക് ഗാർലിക്ക് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ മുറിച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ വെജീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ക്യാപ്സിക്കവും അതുപോലെ നീളത്തിൽ മുറിച്ച് ക്യാരറ്റും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. പക്ഷേ ആ ക്രഞ്ചിനെസ് പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ബട്ടറിൽ കിടന്ന് നമ്മളുടെ വെജീസൊക്കെ ഒന്ന് ചെറുതായി കുക്ക് ചെയ്ത് ഇട്ടിട്ടെ അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ 2 മിനിറ്റിന് ശേഷം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഗാർലിക്കിൻ്റെ ബട്ടറിൻ്റെ ഫ്ലേവർ ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, തെരിയാക്കി സോസ്. അപ്പം ഇത് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഏകദേശം നമ്മൾ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെജീസൊക്കെ ഇതിൽ നല്ലോണം കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ആ സോസ് ൻ്റെ പാത്രത്തിൽ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയും വെള്ളം കൂടി ആഡ് ചെയ്ത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വെജീസ് ഈ ഒരു സോസിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ട് കുക്കാവുകയും ചെയ്യും. അതുപോലെ കുറച്ചൊന്ന് തിക്കായി കിട്ടുന്നതായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ക്രഞ്ചിനെസ് ഒന്നും പോയിട്ടില്ല നമ്മളുടെ വെജീസിൻ്റെ. പക്ഷേ എന്നാലും ഇതൊന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ചിക്കൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ ബ്രൗണിഷ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. നമ്മളങ്ങനെ ആ ഒരു ബട്ടറിൽ അങ്ങനെ ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ വിനീഗറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ചിക്കൻ ഉണ്ടാവുക. അപ്പം ഈ ചിക്കൻ ഇതിലേക്ക് കിടന്ന് നല്ലോണം മിക്സാക്കി എടുത്തതിന് നമ്മളുടെ റെസിപ്പി കംപ്ലീറ്റ് ആയി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തെരിയാക്കി ചിക്കൻ റെഡി ആയിട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിന് കൂടിയും അതുപോലെ റൊട്ടിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യാം. നമ്മൾ ഇതിൽ ഉണ്ടാക്കേണ്ട സോസിൻ്റെ മാത്രമേ നമ്മൾ ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.